ഷാബാസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്ന പരാതിയിൽ എന്താണ് പറയുന്നത്? സിനിമയുടെ പ്രദർശനം ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിച്ച ശേഷമാണല്ലോ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി? സ്മൃതി, മലയാളികൾ ഈ സിനിമയെ തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ യുവജന സംഘടനകളടക്കം പരാതിയും പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ഇപ്പോൾ കേരള സ്റ്റോറി 2-നെതിരെ യൂത്ത് കോൺഗ്രസ് ആണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആബിദ് അലിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്. സിനിമയിലില്ലാത്ത രംഗങ്ങളടക്കം ട്രെയിലറിൽ ഉൾപ്പെടുത്തി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ വാദം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ട്രെയിലർ കണ്ട് മാത്രമാണ് തെറ്റിദ്ധരിച്ചത് എന്നായിരുന്നു ആ സിനിമ അണിയർ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരു വാദം. ഈ രംഗങ്ങളൊന്നും സിനിമയിലില്ല, ഈ ട്രെയിലറിൽ മാത്രമാണ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രംഗങ്ങളുള്ളത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന വാദമായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉന്നയിച്ചത്. അതിന്മേലാണ് ഇപ്പോൾ ഒരു പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ട്രെയിലറിൽ മാത്രം ഇത്തരം ഒരു രംഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിലറിൽ മാത്രമായി രംഗം കാണിക്കാനാണെങ്കിൽ ആ ട്രെയിലർ ഒരു മതവിദ്വേഷം പരത്താനാണോ അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനാണോ കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ പരാതിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചാണ് പ്രധാനമായും ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ സിനിമ മതവിദ്വേഷം പരത്തുന്നതാണ്, കേരളത്തിൽ നടക്കാൻ സാധ്യയില്ലാത്ത അല്ലെങ്കിൽ നടന്നിട്ടില്ലാത്ത ഒരു സംഭവത്തെ കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ പേരിനെ കളങ്കപ്പെടുത്താൻ, അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സിനിമയാണെന്നടക്കമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എതിരെയാണ് ഇപ്പോൾ പരാതി യൂത്ത് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. അങ്ങനെ യുവജന സംഘടനകളടക്കം പരാതിയുമായും പ്രതിഷേധവുമായും രംഗത്തെത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഷെണൈസ് തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ അടക്കം ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ സിനിമയെ തള്ളിക്കളയുകയാണ്. അതിനൊപ്പം തന്നെ കേരളത്തിലെ യുവജന സംഘടനകളടക്കം ഈ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധവും പരാതിയും നിയമ നടപടികളുമായി മുന്നോട്ട് വരികയാണ്. അല്പസമയത്തിനകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഷെണൈസ് തിയേറ്റർ സാക്ഷ്യം വഹിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് യുവജന സംഘടനകൾ നിലവിൽ അറിയിക്കുന്നത്. സ്മൃതി.